എപ്പോഴും ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴക്ക് പറയുന്ന അമ്മ എന്തുകൊണ്ടാണ് ഇപ്പൊ ഒന്ന് പോയിക്കൂടെ പുറത്ത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോരം മാറിപ്പോയി നമ്മളിന്ന്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നമ്മുടെ ഫോൺ ലോ പവർ മോഡിലാവുമ്പോൾ ഇങ്ങനെയായിരിക്കും. അത് വർക്ക് ചെയ്യും, പക്ഷെ അത് ഭയങ്കര സ്ലോ ആയിരിക്കും, ഭയങ്കര ഡിം ആയിരിക്കും, അതുപോലെ ഭയങ്കര ലെസ് റെസ്പോൺസ് ആയിരിക്കും തരുന്നത്. ഇനി ജസ്റ്റ് ഇമാജിൻ നമ്മൾ ലോ പവർ മോഡിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് ഒരു ദിവസത്തേക്കല്ല, ഒരു ആഴ്ചത്തേക്കല്ല, പക്ഷെ വർഷങ്ങളോളം. ഇങ്ങനത്തെ അനുഭവങ്ങളെയാണ് നമ്മൾ ഡിസ്തൈമിയ അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ എണീക്കുന്നു, ആ ഒരു എനർജി അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റിന് പകരം ഇങ്ങനെയൊക്കെയോ നമ്മളെ തന്നെ ബെഡിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് റെഡി ആവുന്നു, വർക്കിന് പോകുന്നു, അങ്ങനെ ആകെ മൊത്തം അസ്വസ്ഥത, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു റിപ്പീറ്റഡ് സൈക്കിളാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പാർട്ടിക്ക് പോകുന്നു, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്, പക്ഷെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നമ്മൾ അവിടെ ഫിസിക്കലി പ്രസന്റ് ആണ്, പക്ഷെ നമ്മൾ മെന്റലി അവിടെ ഇല്ല, വേറെ എവിടെയോ ആണ്. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഹോബീസ്, അതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പണ്ടത്തെ അത്ര ഒരു രസം തോന്നില്ല, ആകെ ക്ഷീണം മാത്രം. ഇങ്ങനെ നമ്മളൊരു ലോ പവർ മോഡിൽ ഓടി കഴിയുമ്പോൾ, ആസ് എൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ചില തോട്ട്സ് വന്നേക്കാം. അതായത് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും മാറാൻ പോകുന്നില്ല, ലൈഫ് ഇങ്ങനെയാണ്, ഒരു കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റുന്ന ഒരാളല്ല എന്ന് മുതലായ തോട്ട്സ് നമുക്ക് വന്നേക്കാം. ഇങ്ങനത്തെ തോട്ട്സ് നമ്മളെയും ലോകത്തെയും കാണുന്ന രീതികൾ മാറ്റുന്നു. അതേപോലെ ഒരു നമ്മൾ അറിയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഡിസ്തൈമിയ നമ്മുടെ ന്യൂ നോർമലായിട്ട് മാറാനും ചാൻസസ് ഉണ്ട്. ഒരു ഡിസ്തൈമിക് ആയിട്ടുള്ള പേഴ്സണിന് അറിയില്ല അവരിങ്ങനത്തെ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണെന്ന്. നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് ഡയറ്റ്, സ്ലീപ്പ് പാറ്റേൺസ്, അതുപോലെ തന്നെ എക്സസൈസ്, കൂടാതെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാം. നമ്മുടെ തോട്ട്സ്, അതായത് നമ്മൾ എന്ത് ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നത്, നമ്മുടെ പഴയ ചിന്താ രീതികൾ, അതെല്ലാം ഹെൽത്തി രീതിയിൽ മാറ്റാൻ CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ചെറിയ പോസിറ്റീവ് ചേഞ്ചസ് സൃഷ്ടിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓർക്കുക, നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും ഞങ്ങളുണ്ട്.